ഹലോ ഗൈസ്, കാളവേലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകഛത്രാധിപതി എന്ന കാളയുടെ തലയിലുള്ള 3 പ്രധാന സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം. കണ്ണുകളിലെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ണുകളിൽ കാണുന്ന ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണിങ്ങനെ ചിമ്മും അല്ലേ, കണ്ണിങ്ങനെ ചിമ്മും, ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യും. ഏകഛത്രാധിപതി എന്ന കാളയിലേക്ക് വരുമ്പോൾ ഈ കണ്ണ് ചിമ്മുക എന്ന് മാത്രമല്ല, ആ കണ്ണിൻ്റെ ഉള്ളിലുള്ള മറ്റേ ഗോളം ഉണ്ടല്ലോ, ആ സാധനം, ആ കണ്ണ് അത് ശരിക്കും അതിങ്ങനെ ഇളകുന്നുണ്ട്, അത് മൂവ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഏകഛത്രാധിപതിയിൽ. അപ്പോൾ മറ്റ് എല്ലാ കാളകളിലും ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പും പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. രാത്രി സമയത്ത് ഏകഛത്രാധിപതി കാള അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് അത് തലയാട്ടുന്നതോടൊപ്പം തന്നെ ഈ കണ്ണും കൂടി ഇങ്ങനെ ചിമ്മുകയും അതേപോലെ കണ്ണുകളിങ്ങനെ ഇളകുകയും ചെയ്യുന്ന സമയത്ത് നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തലയുടെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഈ 2 സൈഡിലേക്കും തല ഇങ്ങനെ ചലിക്കുന്നതോടൊപ്പം തന്നെ അത് മുകളിലേക്കും താഴേക്കും കൂടി ചലിക്കുന്നുണ്ട്. ഇതും പ്രത്യേക ഒരു വൈബാണ്, ഒരു സ്പ്രിങ് ആക്ഷൻ, ഒരു സംഭവ സെറ്റപ്പാണ് നമുക്കിത് കാഴ്ചക്കാർക്ക് ഉണ്ടാക്കുന്നത്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാളയുടെ തലയുടെ നേരെ താഴെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കാളയുടെ തലയുടെ താഴെ നോക്കുക, തലയുടെ താഴെ അവിടെ ഒരു വൈബ്രേഷൻ പോലുള്ളൊരു സംഭവം വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ അടുത്തുനിന്ന് കാളേനെ കാണുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മൾ എന്താ പറയുക, ഈ ചവയ്ക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ചവയ്ക്കൂലേ, അതേപോലെ ഈ എന്താ പറയുക, അങ്ങനെ ചവയ്ക്കുന്ന പോലുള്ള ഒരു അയവിറക്കുന്ന പോലുള്ള ഒരു സെറ്റപ്പ് കാളയുടെ തലയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു സൗണ്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രസമാണ്. പൂക്കോട്ട് കാളികാവിൽ ഈ കാള കയറുന്ന സമയത്ത് രാവിലെ 5 മണി 5:15 സമയത്ത് എന്താണ് കാള കയറുന്നത്, ഏകഛത്രാധിപതി കയറുന്നത് ആ മുന്നർക്കോട് ഭാഗത്തുനിന്ന് ഇവിടുന്ന് വരും, മുന്നർക്കോട് തൃക്കടിരിയ ഭാഗത്തുനിന്ന് എവിടെയും. അപ്പോൾ ഞാൻ നേരെ ഈ കാള മറ്റേ സ്റ്റെപ്പുകളുടെ അവിടെ എത്തൂലേ, ഞാൻ ആ സ്റ്റെപ്പിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കറക്റ്റ് ഫ്രണ്ടിൽ നിന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായത് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന ഹൈറ്റിൽ, അപ്പോൾ കാളയുടെ തലയുടെ ആ ഒരു ലെവലിലേക്ക് നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഏകദേശം. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഈ കണ്ണ് ചിമ്മുന്നതും അതേപോലെ കണ്ണുരുട്ടുന്നതും അതേപോലെ തലകൾ 2 സൈഡിലേക്കും ഫ്രണ്ടിലേക്കും ഒക്കെ ഉള്ള ആ മൂവ്മെൻറ്റും, അതേപോലെ ഈ ചേസിൽ വെച്ചിട്ട് കാളേനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് ഏകഛത്രാധിപതി എന്ന കാളയ്ക്കുള്ളത്. ഒരുപാട് ആരാധകരുള്ള കാളയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഏകഛത്രാധിപതി എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും ഉയരം ചെന്ന ഒരു 4-5 കാളകൾ എടുത്തു നോക്കുമ്പോൾ അതിലൊരു കാളയല്ല. ഇത് അങ്ങനെ ഒരുപാട് ഉയരമുള്ള ഒരു കാളയൊന്നുമല്ല. പക്ഷേ ഏകഛത്രാധിപതിക്ക് ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും? അതിനുള്ള കാരണങ്ങളിൽ കുറച്ചെണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സവിശേഷതകളുള്ള, ഏകഛത്രാധിപതിക്ക് മാത്രം അവകാശപ്പെടാവുന്ന രീതിയിൽ പ്രത്യേകതകളുള്ള സെറ്റിങ്സ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കാളയാണ് നമ്മുടെ ഈ 1-ാം ജോഡി കാള, ബാബുവേട്ടൻ്റെ 1-ാം ജോഡി കാള. അപ്പോൾ ബാബുവേട്ടൻ്റെ ഞാൻ അറിഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവം, ബാബുവേട്ടൻ ഈ കാളയിൽ എങ്ങനെ ഈ സാധനത്തിനെ ഒന്ന് അടിപൊളിയാക്കിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് വെറൈറ്റി സാധനങ്ങളാക്കിയിട്ട് മാറ്റാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാളുടെ ഒരു തലയുടെ ഉള്ളിൽ ഇതൊക്കെ തന്നെയാണ്. ആളിനെ എങ്ങനെ ഉഷാറാക്കാം, അടുത്ത കൊല്ലത്തേക്ക് എങ്ങനെ ഉഷാറാക്കാം. അതേപോലെ നമ്മളിത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സീസണിൽ തന്നെ ഒരു കാവിലേക്ക് ഈ കാള കയറിയിട്ടുണ്ടെങ്കിൽ അടുത്ത കാവിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ ഏകഛത്രാധിപതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, പുത്തനാൽക്കലിലെ ഏകഛത്രാധിപതി വന്നപ്പോൾ ആ ഏകഛത്രാധിപതിയുടെ ആ സ്ട്രക്ചറിലുള്ള കാളയല്ലായിരുന്നു പുത്തനാൽക്കലിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പുന്നാമ്പറമ്പിൽ നിന്ന് പുത്തനാൽക്കലിലേക്ക് വന്നപ്പോൾ എത്ര മാസങ്ങളുടെ വ്യത്യാസമുണ്ട്? ഏകദേശം 1 മാസം 1.5 മാസത്തിനുള്ളിൽ എന്താണ് ഗ്യാപ്പ് വരുന്നത്? 1.5 മാസം ഉണ്ടോ? ഇല്ല, ഒരു മാസം എന്തുകൊണ്ട് ഗ്യാപ്പ് വരുന്നത്? ഈ 1 മാസത്തിനുള്ളിലാണ് ഇതിൽ ആ കാളയുടെ ഫ്രണ്ടിലുള്ള മറ്റേ റൗണ്ട് സാധനം കണ്ടില്ലേ, മഞ്ഞ പച്ച ചുവപ്പ് ഒക്കെ ഉള്ളൊരു സാധനം, ഈ സാധനം ആ ഫ്രണ്ടിലെ മാലയിൽ മൊത്തം മാറ്റങ്ങൾ വരുത്തിയത്. അതേപോലെ ആ സൈഡിലേക്ക് സംഗതികൾ കുറച്ച് എക്സ്റ്റൻഷൻ കൊണ്ടുവന്നത്, ആർച്ചിൻ്റെ അവിടെ കുറച്ച് വ്യത്യാസങ്ങൾ വന്ന്, അതേപോലെ നമ്മുടെ കൊടയിൽ ആ ഗോപുരം പോലുള്ള സെറ്റപ്പ് അതൊന്നുകൂടി മിനുക്ക് പണിയെടുത്ത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് കാളയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു അതിസാഹസികൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ധൈര്യമാണ്.
പിന്നെ അതിന് മാത്രം ആളുകൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുകയും വേണമല്ലോ. അപ്പോൾ ഏകഛത്രാധിപതി എന്ന കാളയുടെ പ്രത്യേകതകൾ നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഏകഛത്രാധിപതി എന്ന കാളയ്ക്ക് ഇത്രയധികം ആരാധകരെ കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഇങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കാളേനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു സമയത്ത് കാളകളുടെ തലകൾ മൊത്തം വെള്ള നിറത്തിലാണ്, അതായത് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ വൈറ്റ് കളറിൽ അതിൽ ഈ കണ്ണിൻ്റെ നേരെ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതുപോലെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തുമൊക്കെ വേറൊരു കളറ് ജസ്റ്റ് ഒരു ലൈന് പോലെ അല്ലെങ്കിൽ ഒരു യു ഷേപ്പിലോ റാ ഷേപ്പിലോ വരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഉണ്ടായിരുന്നത് അല്ലേ. പിന്നീട് ഇതെന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറ്, അതായത് ഇപ്പോൾ ചുവപ്പ് കളറിൽ, നീല കളറിൽ, അല്ലെങ്കിൽ പച്ച കളറിൽ, ബ്രൗൺ നിറത്തിൽ, അങ്ങനെയുള്ള പല നിറങ്ങളുള്ള തലകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, ചുവപ്പ് നിറത്തിലൊക്കെ കാളത്തലകൾ. അപ്പോൾ ഇങ്ങനെ കാളത്തലകളിൽ നിറങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ ബാബുവേട്ടനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഏകദേശം ഒരേ ടൈപ്പ് കാളകളെ കാണുന്നതിനിടയ്ക്ക് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെറ്റ് കാളേനെ ഇറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ നല്ല ധൈര്യം വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും ഈ ഒരു മേഖലയിൽ അർപ്പണബോധമുള്ള, അത്രത്തോളം സാഹസികതയുള്ള, അത്രത്തോളം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാളക്കാരനാണ്, ഒരു കാള മൈലാളിയാണ്, അല്ലെങ്കിൽ ഒരു കാളയുടെ പ്രവർത്തകനാണ് ബാബുവേട്ടൻ. അതുപോലെ ബാബുവേട്ടനെ സപ്പോർട്ട് ചെയ്യാനുള്ള നല്ലൊരു ടീമും ഉണ്ട്. അപ്പോൾ ഈ ഏകഛത്രാധിപതി എന്നുള്ള കാളയുടെ ആരാധകർ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഈ കാളേനെ നെഞ്ചിലേറ്റി നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.